ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റിംഗ് ഫോർ മീഡിയ എന്ന് പറയുന്ന പേപ്പറാണ്. റൈറ്റിംഗ് ഫോർ മീഡിയ എന്ന് പറയുന്ന പേപ്പർ 6th സെമസ്റ്ററിൽ BA ഇംഗ്ലീഷിൽ ഇലക്റ്റീവ് കോഴ്സായിട്ട് പഠിക്കുന്ന പേപ്പറാണ്. ഇതിന് യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായിട്ടൊരു സ്റ്റഡി മെറ്റീരിയലോ കാര്യങ്ങളൊന്നും ഇറക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അത് ലഭിച്ചിട്ടില്ല. ആ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്നെടുത്ത സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്ത സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 4 മൊഡ്യൂൾസ് ആണ്. മൊഡ്യൂൾസ് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിനെ കുറിച്ചാണ്. അതായത് ടെക്നിക്കൽ റൈറ്റിങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് തോന്നുന്നു. നേരെ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. മൊഡ്യൂൾ 1 ടെക്നിക്കൽ റൈറ്റിംഗ് ഡെഫിനിഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ടൈപ്സ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ് ഉണ്ട്. സ്ട്രക്ചർ ഓഫ് യൂസർ മാനുവൽസ്, ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻസ്, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ആക്സസറീസ്, ഡിസർട്ടേഷൻ ആൻഡ് തീസിസ് റൈറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി ടെക്നിക്കൽ റൈറ്റിംഗ് അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. ടെക്നിക്കൽ റൈറ്റിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് വെർ ദ ഓതർ ഈസ് റൈറ്റിംഗ് അബൌട്ട് എ പർട്ടിക്കുലർ സബ്ജക്ട് ദാറ്റ് റിക്വയർസ് ഡയറക്ഷൻ, ഇൻസ്ട്രക്ഷൻ ഓർ എക്സ്പ്ലനേഷൻ. അതായത് ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആണ്. അവിടെ ഓതർ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ വിഷയത്തിൽ എന്ത് ആവശ്യമാണ്, ഒരു പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആവശ്യമാണ്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓതർ എഴുതുന്ന സമയത്ത് ആ ഒരു സബ്ജക്റ്റിൽ ഓറിയൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ഡയറക്ഷൻസും എക്സ്പ്ലനേഷൻസും ഒക്കെ വരുന്ന റൈറ്റിംഗ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് നമ്മൾ ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഹാസ് എ വെരി ഡിഫറെന്റ് പർപ്പസ് ആൻഡ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാൻ അതർ റൈറ്റിംഗ് സ്റ്റൈൽസ് സച്ച് ആസ് ക്രിയേറ്റീവ് റൈറ്റിംഗ്, അക്കാദമിക് റൈറ്റിംഗ് ഓർ ബിസിനസ് റൈറ്റിംഗ്. ബാക്കി ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിക്കോട്ടെ, അക്കാദമിക് റൈറ്റിംഗ് ആയിക്കോട്ടെ, ബിസിനസ് റൈറ്റിംഗ് ആയിക്കോട്ടെ, അതിലൊന്നും ഇല്ലാത്തൊരു ഫംഗ്ഷൻ ഇതിലുണ്ട്. കാരണം ആളുകളെ കൊണ്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ, ഇതൊക്കെ ഇങ്ങനെയാണ് സേഫ്റ്റി പ്രിക്കോഷൻസ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷനും എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെക്നിക്കൽ റൈറ്റിംഗ് വഴി ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഡെഫിനേഷൻ നോക്കൂ. ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ഓർ ടെക്നിക്കൽ റൈറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, ഡിസൈനിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് technical information so that people can understand it easily and use it safely, effectively and efficiently. അതായത് വളരെ എളുപ്പത്തിൽ സേഫ് ആയിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് എന്ത് ചെയ്യുന്നത്, ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ റൈറ്റിംഗിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ് ആണ്. ഏതൊക്കെ ടൈപ്പാണ് ടെക്നിക്കൽ റൈറ്റിംഗിന് ഉള്ളത് എന്നാണ് നോക്കുന്നത്. ടെക്നിക്കൽ റൈറ്റിംഗ് ഇസ് റൈറ്റിംഗ് ഡൺ ടു എഡ്യൂക്കേറ്റ്, ഇൻഫോം ഓർ ഡയറക്റ്റ് someone or how to do something. It's significantly different from other writing types like narrative writing because technical writing is intended to impart some specific skill or ability. It's also often very detail oriented and involves writing within ഫീൽഡ്സ് വിച്ച് ആർ അഡ്വാൻസ്ഡ് നോളജ് ഇസ് റിക്വയർഡ്. അതായത് ബാക്കിയുള്ള കഥ പറച്ചിൽ പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ടൈപ്സ് ഓഫ് റൈറ്റിംഗ് പോലെയോ ഒന്നും അല്ല ഇത് ചെയ്യുന്നു. അത്രയും നോളജ് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരാൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് വേണം, കൊടുക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് നല്ല എക്സ്പെർട്ടീസ് ആയിട്ടുള്ള നോളജ് വേണം അല്ലേ, നല്ല എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള പിന്നെ അറിവുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ആളുകളെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക, ആളുകൾക്ക് കൃത്യമായിട്ടുള്ള സേഫ്ലി മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. മെയിൻലി അത് 3 തരമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എൻഡ് യൂസർ ഡോക്യുമെന്റേഷൻ ആണ്. സെക്കൻഡ് വൺ ട്രഡീഷണൽ ടെക്നിക്കൽ റൈറ്റിംഗ് ആണ്. തേർഡ് വൺ ടെക്നിക്കൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിന് പുറമെയും ടൈപ്പ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ് ഉണ്ട്. അത് നമ്മൾ എന്താണെന്നുള്ളത് പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. എൻഡ് യൂസർ ഡോക്യുമെന്റേഷൻ ആണ്. എൻഡ് യൂസർ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറിന്റെ കയ്യിലോട്ട് എത്തുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, അത് എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ടെക്നിക്കൽ റൈറ്റിംഗ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എൻഡ് യൂസർ ഡോക്യുമെന്റേഷൻ പ്രൊവൈഡ്സ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ എൻഡ് യൂസർ ഓഫ് എ ഗിവൻ പ്രൊഡക്റ്റ്. ഇപ്പൊ ലാപ്ടോപ്പ് ഞാൻ വാങ്ങുന്ന സമയത്ത് അതിന്റെ എൻഡ് യൂസർ ആരാണ്, ഞാനാണ്. അല്ലാതെ ഇടയിൽ വരുന്ന റീറ്റെയിലർ അല്ലെങ്കിൽ ഷോപ്പിലെ ആളുകളോ ഒന്നും അല്ല, അത് വാങ്ങുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ എൻഡ് യൂസർ. ദീസ് ഇൻസ്ട്രക്ഷൻ നീഡ് ടു ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ എ നോൺ ടെക്നിക്കൽ റീഡർ ബട്ട് സ്റ്റിൽ റിക്വയർ ടെക്നിക്കൽ എക്സ്പെർട്ടീസ്. അതായത് എന്താണ്,
ഈ ഒരു പിന്നെ ടെക്നിക്കലായിട്ട് ഒരുപാട് നോളജ് ഉള്ള ആളുകൾക്കൊന്നല്ല, സാധാരണക്കാരന് മനസ്സിലാവുന്ന, കാരണം അത് വാങ്ങുന്ന ആളുകൾക്ക് വലിയ അറിവൊന്നും ഈ ടെക്നിക്കൽ ഫീൽഡിൽ അറിവുള്ള ആളുകളൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ടെക്നിക്കൽ റൈറ്റിംഗ് എൻഡ് യൂസർ ഡോക്യുമെന്റേഷനിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ എൻഡ് യൂസർ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്യൂമർ പ്രൊഡക്ട്സ് കയ്യിലെത്തുന്ന സമയത്ത് ആ പ്രൊഡക്ട്സ്, അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ യൂസർ മാനുവൽ that accompanies a cell phone, a user manual teaching home computer users how to set up a basic home networking system, a how to guide for using laptop. അങ്ങനെ ഇത്തരത്തിലുള്ള പിന്നെ ടൈപ്സ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ്. ഓക്കെ, എൻഡ് യൂസർ ഡോക്യുമെന്റേഷൻ ആണ്. ഇനി സെക്കൻഡ് വൺ ട്രഡീഷണൽ ടെക്നിക്കൽ റൈറ്റിംഗ് ആണ്. ട്രഡീഷണൽ ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ traditional technical writing is written by an audience with specific expertise for their peers. Dive into a few examples of traditional technical writing. നോക്കാം എന്താണ് അത് എന്നുള്ളത് നോക്കാം. അതായത് ഒരാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അത് ഉപയോഗിച്ചു. ഓക്കെ, ആ ഉപയോഗിച്ച ആൾ എന്ത് ചെയ്യുന്നു, വേറെ ആൾക്ക്, അത് ഇനി വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒപ്പമുള്ള കസ്റ്റമേഴ്സിന് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ഇപ്പം നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലും കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഉപയോഗിച്ച് എക്സ്പെർട്ടൈസ് ആയ ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുന്നതിനാണ് ട്രഡീഷണൽ ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയാം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻ അനാലിസിസ് ഓഫ് എ ലീഗൽ കേസ് ഫോർ അതർ lawyers, a summary of a series of medical experiments to be published in a journal of medicine, an industry article for a trade publication, FAQ, അതായത് frequently asked questions for a company, technical specs and API documentation, അതായത് പിന്നെ ഇൻഫോർമേഷണൽ ഡോക്യുമെന്റ്സ് ലൈക്ക് വൈറ്റ് പേപ്പർ എന്താണെന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരുന്ന ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ സാധാരണയായിട്ട് വൈറ്റ് പേപ്പർ എന്ന് പിന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുഭവമുള്ള ആളുകൾ എഴുതുന്ന പിന്നെ ടെക്നിക്കൽ റൈറ്റിങ്ങിനെയാണ് നമ്മൾ ട്രഡീഷണൽ ടെക്നിക്കൽ റൈറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ടെക്നിക്കൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. ടെക്നിക്കൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. സംടൈംസ് എ ടെക്നിക്കൽ റൈറ്റർ നീഡ്സ് ടു കോൺട്രിബ്യൂട്ട് ടു ദ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ഫോർ എ പ്രൊഡക്റ്റ്. ഇൻ ദാറ്റ് സിറ്റുവേഷൻ ദ റൈറ്റർ നീഡ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ദർ എക്സ്പെർട്ടീസ് ഇൻ എ മോർ യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജ് ടു ഹെൽപ്പ് ദി പ്രോസ്പെക്റ്റീവ് ബയർ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടേക്ക് എൻ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രൊഡക്റ്റ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വേറൊരു ആൾ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലുള്ള ആളുകൾ, ഇപ്പോൾ ടെക്നിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ ആ ഒരു മേഖലയിലുള്ള ആളുകൾ വാങ്ങണമെങ്കിൽ അതിനെ പരമാവധി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു ഇത് എൻഡ് യൂസറിനല്ല, അല്ലാതെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടല്ല, ഇത് വാങ്ങുന്ന ആളുകൾക്ക്, അതായത് ബൾക്കായിട്ട് വരുന്ന നമ്മളെ റീറ്റെയിലേഴ്സും അങ്ങനത്തെ ഷോപ്പ് ഓണേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവർക്കായിട്ട് എഴുതുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഒരു പ്രൊമോഷനൊക്കെ വേണ്ടി എഴുതുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസ് ഫോർ ദ വെബ് ടു ഷോ ബിസിനസ്സസ് ദാറ്റ് യൂസിങ് എ പാർട്ടിക്കുലർ IT കൺസൾട്ടിങ് സർവീസ് ദാറ്റ് ക്യാൻ സേവ് ദ മണി. അതായത് നിങ്ങൾ ഈ ഒരു സർവീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് പണം ലാഭിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സംഗതിയെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അതെന്താണ്, അത് പിന്നെ അതുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. ആൻഡ് ഇൻ ഡെപ്ത് കേസ് സ്റ്റഡി ഓൺ ഹൗ ദ പ്രൊഡക്റ്റ് ബെനിഫിറ്റഡ് എ സ്പെസിഫിക് കമ്പനി. ഒരു പ്രത്യേക പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഒരു കമ്പനിക്ക് ഉപകാരപ്പെട്ടത് എന്ന് എഴുതുന്നു. ചെയിൻ ഇമെയിൽ ടു പ്രൊമോട്ട് എ ന്യൂ സെൽഫോൺ കമ്മിങ് ടു ദ മാർക്കറ്റ്. ഇനി ഭാവിയിൽ ഇതാണ് ട്രെൻഡിങ് ആവാൻ പോകുന്ന ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇതാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഭാവിയിൽ ട്രെൻഡിങ് ആവുന്നത്. അങ്ങനത്തെ ആ ഒരു വിഷയത്തിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി എഴുതുന്ന എഴുത്താണ് എന്ത് ചെയ്യുന്നത്, ടെക്നിക്കൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ മാനുവലും അങ്ങനെ കാര്യങ്ങൾ എഴുതുക മാത്രമല്ല, അതിന്റെ ടൈപ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പഠിച്ചു, എൻഡ് യൂസർ ഡോക്യുമെന്റേഷൻ ആണ്. രണ്ടാമത്തത് ട്രഡീഷണൽ ടെക്നിക്കൽ റൈറ്റിംഗ് ആണ്. മൂന്നാമത് ടെക്നിക്കൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ട്രെയിനിങ് മാനുവൽസ് ആണ്. ട്രെയിനിങ് മാനുവൽസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പിന്നെ പ്രിക്കോഷൻ ആയിട്ട് സ്വീകരിക്കേണ്ടത്, അങ്ങനെയൊക്കെ എഴുതുന്ന കുറച്ച് എഴുത്തുകളാണ് ഈ ഒരു ട്രെയിനിങ് മാനുവൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. എ ടെക്നിക്കൽ റൈറ്റർ മേ ബി അസൈൻഡ് ടു കമ്പൈൽ ഇൻഫോർമേഷൻ ഫോർ എ കമ്പനി ഓർ ജോബ് ട്രെയിനിങ് മാനുവൽ. ഓക്കെ, ഒരു ജോലി സംബന്ധമായിട്ടുള്ള ട്രെയിനിങ് മാനുവൽ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് പിന്നെ എഴുതാൻ, അതിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ടെക്നിക്കൽ റൈറ്റേഴ്സിന് ആവശ്യമായിട്ട് വരും. ഇൻ ദാറ്റ് മാനുവൽ ദ റൈറ്റർ മേ ബി റിക്വയർഡ് ടു ഔട്ട്ലൈൻ സെവറൽ ഏരിയാസ് ലൈക്ക്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടി വരിക, അല്ലെങ്കിൽ ട്രെയിനിങ് മാനുവൽസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടി വരിക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ഇൻഫോർമേഷൻ, ജനറൽ
ഇൻഫോർമേഷൻ സച്ച് ആസ് എംപ്ലോയേഴ്സ് ലൊക്കേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് ഹവേഴ്സ്. ഏത് സമയത്താണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്, കമ്പനീസ് പോളിസി സച്ച് ആസ് പെയ്ഡ് ലീവ് ആൻഡ് ടൈം കീപ്പിംഗ് പോളിസി, കമ്പനിയുടെ ടൈം കീപ്പിംഗ് പോളിസി ആയിക്കോട്ടെ, പെയ്ഡ് എത്രത്തോളം ലീവാണ് നിങ്ങൾക്കുള്ളത്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ, ഓരോ സിറ്റുവേഷനിലും കമ്പനി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, സച്ച് ആസ് ദി ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഓഫ് എ റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽ. ഒരു കമ്പനിയിലോട്ട് ഒരു പ്രപ്പോസൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ വേണ്ടത് എന്നുള്ളതാണ് ഇത് ട്രെയിനിങ് മാനുവൽസിൽ ഉണ്ടായിരിക്കുക. അത് ആളുകൾ എന്ത് ചെയ്യുന്നു, ആ കമ്പനിയിലെ വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യാണ്, അവരുടെ ഒരു സെറ്റ് ഓഫ് കോഡിലോട്ട് നിങ്ങളെ കൂടി എത്തിക്കാൻ, അവിടെയുള്ള ജോലിയെ കൂടി കമ്പനിയുടെ പോളിസി അറിയിക്കാനും കമ്പനിയുടെ പോളിസിയുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് മാനുവൽസ് ഒക്കെ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ ഓപ്പറേഷൻസ് ഗൈഡ്സ് ആണ്. ഓപ്പറേഷൻ ഗൈഡ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതായത് വെൻ എ റൈറ്റർ ഈസ് ആസ്ക്ഡ് ടു റൈറ്റ് ആൻ ഓപ്പറേഷൻ ഗൈഡ്, ദ അസൈനി expects them to have a working knowledge of the topic area. It's important to keep in mind that the people who will be using the guide will likely to be beginners. Therefore, they need detailed and concise instructions. Operations guides could include specific guidelines including, അതായത് ഓപ്പറേഷൻസ് ഗൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഒന്നും അറിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ ഗൈഡ്സിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതിന്റെ എക്സാമ്പിൾസ് നോക്കൂ. അസംബ്ലി ഇൻസ്ട്രക്ഷൻ ഫോർ പുട്ടിങ് എ ഗിവൻ പ്രൊഡക്റ്റ് ടുഗദർ, അല്ലേ, നമുക്ക് പിന്നെ അസംബിൾ ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാൻ. ഇൻസ്റ്റലേഷൻ ഗൈഡ്സ് ഫോർ ഇന്റഗ്രേറ്റിംഗ് എ പ്രൊഡക്റ്റ് ഇൻ ടു കമ്പാറ്റബിൾ സിസ്റ്റം, ഒരു ഇൻസ്റ്റലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓണേഴ്സ് മാനുവൽ കവറിംഗ് മൾട്ടിപ്പിൾ ടോപ്പിക്സ് ഫോർ എ പ്രൊഡക്ട്സ് ന്യൂ ഓണർ, അതായത് ഓണർ മാനുവൽസ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഗൈഡ്സ്, എഞ്ചിനീയറിംഗ് ഗൈഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഓപ്പറേഷൻ ഗൈഡ്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ പ്രൊമോഷണൽ ബ്രോഷ്യൂർസ് ആണ്. പ്രൊമോഷണൽ ബ്രോഷ്യൂർസ് എന്താണെന്നുള്ളത് നോക്കാം. എ ടെക്നിക്കൽ റൈറ്റർ ഹു റൈറ്റ്സ് പ്രൊമോഷണൽ ബ്രോഷ്യൂർസ് ആൻഡ് അതർ ടെക്നിക്കൽ മാർക്കറ്റിംഗ് പീസസ് ഈസ് required to inform a potential customer of the offer being made and entice them and to buy it through the use of key phrases. This may involve marketing emails, sales letters and product leaflets among other types of promotional materials. അതായത് പിന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പിന്നെ കൃത്യമായിട്ടുള്ള ധാരണ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, അവരെ അത് വാങ്ങിപ്പിക്കുന്ന രീതിയിൽ അവരിലോട്ട് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷണൽ ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ അവരുടെ ഇമെയിലോട്ടോ അല്ലെങ്കിൽ സെയിൽസ് ലെറ്റേഴ്സ് വഴിയോ ലീഫ്ലെറ്റ്സ് വഴിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ് ആണ്, പ്രൊമോഷണൽ ബ്രോഷേഴ്സ്. അതായത് പ്രൊഡക്റ്റിനെ കൃത്യമായിട്ട് വിശദീകരിച്ച് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് അറിയിച്ച് അതുവഴി എന്ത് ചെയ്യുന്നു, ആ കസ്റ്റമേഴ്സിനെ അതിലോട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പ്രൊമോഷണൽ ബ്രോഷേഴ്സിന്റെ ഒരു ഉദ്ദേശം. ഇനി ഓൺലൈൻ ആർട്ടിക്കിൾ ആണ്. കാരണം ഇന്ന് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൂഗിൾ ചെയ്യുന്നതാണ് പതിവ്. എല്ലാവരും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അതിൽ എങ്ങനെയാണ് പിന്നെ അസംബിൾ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗൂഗിൾ വഴി അല്ലെങ്കിൽ ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനിൽ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ എഴുതുക. അതിനെയാണ് ഓൺലൈനിൽ ഈ ഒരു കാര്യം ടെക്നിക്കൽ റൈറ്റിംഗ് പെർഫോം ചെയ്യുന്നതിനാണ് ഓൺലൈൻ ആർട്ടിക്കിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രസ് റിലീസ് ആണ്. പ്രസ് റിലീസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ആപ്പിൾ റിലീസ് എ പ്രസ് റിലീസ് ഫോർ ന്യൂ ഇൻഫോർമേഷൻ അബൌട്ട് ദർ കമ്പനി ഫ്രം പ്രൊഡക്ട്സ് ടു ഓപ്പണിംഗ് എ new theater. Press release need to be include the headline and overview of the information along with company contact information. പ്രസ് റിലീസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കോൺടാക്ട് ഇൻഫോർമേഷൻ വേണം, അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റിന്റെ ഇൻഫോർമേഷൻ ക്ലിയർ ആയിട്ട് പറയണം. പ്രസ് റിലീസ് ഫാൾ അണ്ടർ ദി കാറ്റഗറി ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു ടെക്നിക്കൽ റൈറ്റിംഗിന്റെ ഭാഗമാണെങ്കിലും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന്റെ അടിയിലാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പ്രസ് റിലീസ് വരിക. പ്രസ് റിലീസിൽ പിന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡക്റ്റിനെ കുറിച്ച് പറയേണ്ടി വരും. പിന്നെ അത് എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, ബാക്കിയുള്ള പ്രൊഡക്റ്റിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റിനെ വ്യത്യസ്തപ്പെടുത്തി നിർത്തുന്നത് എന്താണ് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് പറയേണ്ടി വരും. ഓക്കെ, അത് ടൈപ്പ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗിൽ വരുന്നതാണ്. ഇനി സ്ട്രക്ചർ ഓഫ് യൂസർ മാനുവൽ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, സ്ട്രക്ചർ ഓഫ് യൂസർ മാനുവൽ ഫസ്റ്റ് വൺ എന്താണ്, ഒരു യൂസർ മാനുവൽ ആവുന്ന സമയത്ത് അതിനൊരു കവർ പേജ് വേണം, അല്ലേ. കവർ പേജിൽ അതിനൊരു കമ്പനിയുടെ ലോഗോ അല്ലെങ്കിൽ കമ്പനിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പിന്നെ
എന്താണ് കവർ പേജ് ഉണ്ടായിരിക്കും അല്ലേ, താങ്ക് യു ഫോർ ബൈയിങ് അല്ലെങ്കിൽ താങ്ക് യു ഫോർ ബീങ് എ വാല്യുബിൾ കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടായിരിക്കും. പിന്നെ അതിന് തൊട്ടടിയിൽ ഉള്ളിൽ ടൈറ്റിൽ പേജ്, കോപ്പിറൈറ്റ് പേജ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ, ഒരുപാട് കോപ്പിറൈറ്റ് പേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു പിന്നെ മാനുവൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ അറിയാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ പ്രിഫേസ് കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ആൻഡ് ഇൻഫർമേഷൻ ഓഫ് ഓൺ ഹൗ ടു നാവിഗേറ്റ് ദ യൂസർ ഗൈഡ്. ഈ ഒരു പിന്നെ പ്രിഫേസ് അതായത് യൂസർ ഗൈഡിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളടക്കം എന്തൊക്കെയാണുള്ളത് അതിൻ്റെ ഒരു ഇൻഡെക്സ് പേജാണ് പിന്നീട് ഉണ്ടാവുക. പിന്നീട് കണ്ടന്റ്സ് പേജാണ്, അതിന്റെ കണ്ടന്റിലോട്ട് കിടക്കുകയാണ്. പിന്നെ എ പർപ്പസ് സെക്ഷൻ. പർപ്പസ് സെക്ഷൻ എന്താന്ന് നോക്കാം. ദിസ് ഷുഡ് ബി ആൻ ഓവർവ്യൂ റാദർ ദാൻ ഡീറ്റെയിൽ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡോക്യുമെന്റ്. അതായത് ഒരു ഓവർവ്യൂ, മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ഓഡിയൻസ് സെക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് വായിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഒരു പേജ് ഉണ്ടാവും. പിന്നെ ഒരു സ്കോപ്പ് സെക്ഷൻ ഉണ്ടാവും, അതിൽ ഡിസ്ക്ലെയിമർ ഉണ്ടാവും. കാരണം എന്തൊക്കെയാണ് പിന്നെ നിങ്ങൾ സ്റ്റേറ്റിംഗ് വാട്ട് ഈസ് ഔട്ട് ഓഫ് സ്കോപ്പ് ആസ് വെൽ ആസ് വാട്ട് ഈസ് കവേർഡ്. അതായത് എന്തൊക്കെയാണ് ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ ക്രൂഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഡിസ്ക്ലെയിമർ എന്ന് പറയുന്നാൽ എന്ത് ചെയ്യുന്നു, നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മറിച്ചു വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് റീസെയിൽ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് വൺ, എ ഗൈഡ് ഓൺ ഹൗ ടു യൂസ് അറ്റ്ലീസ്റ്റ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി സിസ്റ്റം. ഈ ഒരു പ്രൊഡക്റ്റിന്റെ മെയിൻ ഫങ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക, പിന്നെ ട്രബിൾ ഷൂട്ടിംഗ് എങ്ങനെയാണ്, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ, പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രബിൾ ഷൂട്ടിംഗ് ചെയ്യുക. പിന്നെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ വേർ ടു ഫൈൻഡ് ഹെൽപ്പ് അല്ലെ, കോൺടാക്ട് ഡീറ്റെയിൽസിനും സർവീസ് സെന്റർ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ഒരുപാട് ഭാഷയിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഗ്ലോസറി, ലാർജ് ഡോക്യുമെന്റ്സ്, ഇൻഡെക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് യൂസർ മാനുവൽസിന്റെ ഭാഗമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഒരു യൂസർ മാനുവൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുന്നാൽ മതി. മൊബൈൽ ഫോണിന്റെ ഒപ്പം കിട്ടുന്ന ആ യൂസർ മാനുവൽ ഉണ്ടല്ലോ, അത് മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഴുതാവുന്നതേ ഉള്ളൂ. ഇനി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ, ഇൻസ്ട്രക്ഷൻ ആൻഡ് ആക്സസറീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഇസ് എ ഡോക്യുമെന്റ് ക്രിയേറ്റഡ് ഫോർ ദ എൻഡ് യൂസർ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ എ പ്രൊഡക്റ്റ്, പ്രോസസ് ഓർ കൺസെപ്റ്റ് വർക്ക്. അതായത് ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആയിക്കോട്ടെ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ കസ്റ്റമറെ അല്ലെങ്കിൽ കൺസ്യൂമറെ പറഞ്ഞ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത്. ഓക്കെ, എ ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് ദ നെയിംസ് ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ പേരുണ്ടായിരിക്കും, ഓർ പ്രോസസ്, ഇനിയിപ്പോൾ പ്രോസസ്സിന്റെ പേരുണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു കെമിക്കലിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റിനെ പ്രോസസ്സൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ കുറിച്ചുണ്ടായിരിക്കും. ഗീവ്സ് എ ബ്രീഫ് ഓവർവ്യൂ റിഗാർഡിംഗ് ഇറ്റ്സ് ഫങ്ഷൻസ്, അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയും. ആൻഡ് ഡൈവ്സ് ഡീപ്പ് ഇൻടു ഇറ്റ്സ് സൈസ്, ഫ്രെയിംസ് ആൻഡ് അതർ കോമ്പോണൻസ്, അതിന്റെ ഭാഗങ്ങളെ കുറിച്ചും അതിന്റെ എന്താണ് സൈസിനെ കുറിച്ചൊക്കെ അതിൽ പറയും. എ ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രൈബ്സ് എ പ്രോസസ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് പർപ്പസ്, ഡിസൈൻ, പാർട്സ് ആൻഡ് അതർ കീ ഡീറ്റെയിൽസ്. അതിന്റെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കീ ഡീറ്റെയിൽസ് ഒക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയാം. ഓക്കെ, ഇനി അതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നെക്സ്റ്റ് പോയിന്റിലും പറയുന്നത്. എ ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് ദ നെയിംസ് ഓഫ് ദി പ്രൊഡക്റ്റ് ഓർ പ്രോസസ്, ഗിവ്സ് എ ബ്രീഫ് ഓവർവ്യൂ റിഗാർഡിംഗ് ഇറ്റ്സ് ഫങ്ഷൻസ് ആൻഡ് dives deep into its size, frames and other components. A technical description can be as short as a few lines or as long as many pages. ഷോർട്ടും ആവാം, ലോങ്ങും ആവാം. ഡിസ്ക്രൈബിംഗ് ദ ഇൻസ് ആൻഡ് ഔട്ട്സ് ഓഫ് എ പ്രോസസ് ഓർ പ്രൊഡക്റ്റ് ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ. അതിന്റെ പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിൽ ആവാം. A mixture of both text and images is used in such documents to help the reader fully understand the concept. അല്ലെ, ഇമേജസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻസ് എഴുതാം. മോഡേൺ ഡേ ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഈവൻ കണ്ടെയ്ൻ വീഡിയോസ് ആൻഡ് അതർ റിച്ച് മീഡിയ ടു മേക്ക് ദി എക്സ്പ്ലനേഷൻ ആസ് സിമ്പിൾ ആൻഡ് സ്ട്രൈറ്റ് ഫോർവേഡ് ആസ് പോസിബിൾ. ഇന്ന് പിന്നെ എന്ത് ചെയ്യുന്നു, QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബിലോട്ട് പോയി അതിന്റെ ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻസ് വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടി ആളുകൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കി കൊടുക്കുന്ന സിസ്റ്റംസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ടൈപ്സ് ഓഫ് ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന് പ്രൊഡക്റ്റ്, എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത്,
ഡിസ്ക്രൈബ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. രണ്ടാമത് പ്രോസസ്സ്, എന്തെങ്കിലും ഒരു ഫോട്ടോസിന്തസിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോസസ്സ് വേറെയുള്ള ഒരു വണ്ടി, അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തുള്ളത് ഫോട്ടോസിന്തസിസ് ആണ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ്, കാർബൺ എമിഷൻ എങ്ങനെയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റും ഉണ്ട് പ്രോസസ്സും ഉണ്ട്. ഒന്ന് പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നതാണ്, മറ്റൊന്ന് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയുന്നതാണ്. ഇനി ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ആക്സസറീസ്, ടെക്നിക്കൽ റൈറ്റിംഗിൽ എന്താണ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആക്സസറീസ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ഓഫ് ഹൗ ടു ഡു തിങ്സ്, assemble something, operate something, repair something, or do routine maintenance on something. അതായത് എങ്ങനെ ഇത് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അസംബിൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, റിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസമുള്ള മെയിൻ്റനൻസ് എങ്ങനെയാണ് ഇതിന് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് ടെക്നിക്കൽ റൈറ്റിംഗിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ വാങ്ങുന്ന പ്രൊഡക്ട്സ് അതിൻ്റെ ഭാഗങ്ങൾ അല്ലേ, അതിൻ്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ച്, അതിൻ്റെ ഓരോ പാർട്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട്, ഇപ്പോൾ ചാർജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി ആയിക്കോട്ടെ, അതിൻ്റെ ബാക്കിയുള്ള പാർട്സ് ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകളൊക്കെ ടെക്നിക്കൽ റൈറ്റിംഗിൽ തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. ഇൻസ്ട്രക്ഷൻസ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. യൂസ് എ ലോട്ട് ഓഫ് ഇമ്പറേറ്റീവ്. ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അതായത് നീ അത് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഇമ്പറേറ്റീവ് വേർഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. കമാൻഡ് ഓർ ഡയറക്റ്റ് അഡ്രസ് കൈൻഡ്സ് ഓഫ് റൈറ്റിംഗ്. ഇറ്റ് ഈസ് ഓക്കെ ടു യൂസ് യു എന്ന് പറഞ്ഞിട്ട് എഴുതാം വെൻ റൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്, ബിക്കോസ് യു ആർ അഡ്രസ്സിംഗ് ദ റീഡർ ഡയറക്ട്ലി. നിങ്ങൾ റീഡറിനെ ഡയറക്റ്റ് ആയിട്ടാണ് അഡ്രസ് ചെയ്യുന്നത്. യൂസ് ആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് പാസീവ് വോയിസ് അല്ലെ, ആക്റ്റീവ് വോയിസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡു നോട്ട് ലീവ് ഔട്ട് ആർട്ടിക്കിൾസ് സച്ച് ആസ് എ ആൻഡ് ദി. യൂസ് ആക്ഷൻ വേർബ്സ്. എൻഷുർ ഗ്രാഫിക്സ് മാച്ച് ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് ടു അവോയ്ഡ് കൺഫ്യൂഷൻ. അതായത് ഒരു ഫോട്ടോ ഇവിടെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ വേറെ എവിടെയെങ്കിലും കൊടുക്കുന്ന രീതി ഉണ്ടാവരുത്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ഒപ്പം തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതായത് എവിടെയെങ്കിലും ഗ്രാഫിക്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ അതിന്റെ അടുത്ത് തന്നെ കൊടുക്കാം. ലേബൽ ഗ്രാഫിക്സ് ബൈ സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ സ്റ്റെപ്പ് 17 put the graphic should be labeled clearly with a number 17. അതായത് ഗ്രാഫിക്സിന് നമ്പർ കൊടുക്കുക. നിങ്ങൾ ഫോട്ടോസ് ഒക്കെ കൊടുക്കണമെങ്കിൽ 1 2 3, കാരണം ഒരു മൊബൈൽ ഫോൺ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഫോണിന്റെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും 1 2 3. എന്നിട്ട് 1 എന്ന് പറഞ്ഞാൽ അത് ലോക്ക് ബട്ടൺ ആണ്, 2 എന്ന് പറഞ്ഞാൽ അത് ക്യാമറയാണ്. അങ്ങനെയുള്ള ഒരു ലേബലിങ്ങും ഗ്രാഫിക്സും ഒക്കെ കൃത്യമായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ കീപ് ദി ടെക്സ്റ്റ് ഷോർട്ട് ബട്ട് ഡിസ്ക്രിപ്റ്റീവ്. ടെക്സ്റ്റ് ഷോർട്ട് ആയിരിക്കണം, പക്ഷെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കണം. Avoid complicated jargon. Use simple verbiage to ensure understanding by a broad spectrum of users. അതായത് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന വേർഡ്സ് ഒന്നും ഉപയോഗിക്കരുത്. ജാർഗൻ എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥമുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന വേർഡ്സ്, അതാണ്. പിന്നെ സിമ്പിൾ വേർഡ്സും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. യൂസ് കൺസൈസ് ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ് ടു ഡിസ്ക്രൈബ് ആൻഡ് ഹൈലൈറ്റ് ഈച്ച് സെക്ഷൻ. ഓക്കെ, ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒക്കെ കൊടുക്കുക, കാരണം ആളുകൾക്ക് അത് വായനാ സുഖത്തിന് ഏറ്റവും എളുപ്പമായിരിക്കും. ലീവ് പ്ലെന്റി ഓഫ് വൈറ്റ് സ്പേസ് ആൻഡ് അറൌണ്ട് ഹെഡിങ്സ്. വൈറ്റ് സ്പേസ് കൊടുക്കുക, കാരണം തിക്കായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ എഴുത്തായി കഴിഞ്ഞാൽ ആളുകൾക്ക് അത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വൈറ്റ് സ്പേസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഹൈലൈറ്റ് സേഫ്റ്റി ഇൻഫോർമേഷൻ ആൻഡ് വാർണിംഗ്സ്. കീപ് ഇലിസ്ട്രേഷൻ ആസ് സിമ്പിൾ ആസ് പോസിബിൾ. തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എഴുതുന്ന സമയത്തുള്ള ഗൈഡ് ലൈൻസ് ആയിട്ട് വരുന്നത്. ഇനി അതിൻ്റെ ഒരുപാട് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്കിൽ പോയാൽ മതി കേട്ടോ. ലിങ്കിൽ പോകാൻ ഞാൻ മറന്നുപോയതാണ്. ഇതിൻ്റെ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിലോട്ട് ജേർണലിസവും അതുമായി ബന്ധപ്പെട്ട എല്ലാ സെമസ്റ്ററിൽ വരുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി തീസിസ് ആൻഡ് ഡിസർട്ടേഷൻ റൈറ്റിംഗ് ആണ്. ആദ്യം തീസിസ് എന്താണെന്ന് മനസ്സിലാക്കണം, ഡിസർട്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്. റൈറ്റിംഗ് ഫോർ അക്കാദമിക്സ് എന്ന് പറയുന്ന സെക്കൻഡ് സെമസ്റ്ററിലെ പേപ്പറിൽ അത് പഠിച്ചതാണ് അല്ലേ. ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഡിസർട്ടേഷൻ തീസിസ് എന്ന് പറഞ്ഞാൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലേ. പിന്നെ അമേരിക്കയിലാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തീസിസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ PGയുടെ അവസാനം ചെയ്യുന്ന ഫൈനൽ പ്രൊജക്റ്റിനാണ് തീസിസ് എന്ന് പറയാം. ഡെസർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, അതായത് PhDയുടെ അവസാനം നമ്മൾ നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആ ഒരു പ്രൊജക്റ്റിനെയാണ് ഡെസർട്ടേഷൻ എന്ന് പറയാം. എവിടെ, അമേരിക്കയിൽ. അതായത് PhDയുടെ അവസാനം സബ്മിറ്റ് ചെയ്യുന്നത് ഡെസർട്ടേഷനും, PG
മാസ്റ്റർ ഡിഗ്രിയുടെ അവസാനം സബ്മിറ്റ് ചെയ്യുന്നത് തീസിസ് ആണ് അമേരിക്കയിൽ. പക്ഷേ ഇംഗ്ലണ്ടിൽ UK സംബന്ധിച്ചിടത്തോളം തീസിസ് എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർ അതായത് PhDക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് വേണ്ടി അല്ലെങ്കിൽ PGക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം കേട്ടോ. ഇതിൻ്റെ പിന്നെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണ്, പക്ഷേ കുറച്ച് മൈന്യൂട്ടായുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഡോക്ടറൽ തീസീസ് അല്ലെങ്കിൽ ഡെസർട്ടേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലെങ്തിയർ ആണ്. PGക്ക് പിന്നെ ഒരു 100 പേജ് 150 പേജ് ആണെങ്കിൽ PhDക്ക് ആണെങ്കിൽ 300-400 പേജൊക്കെ എന്തുണ്ടായിരിക്കും, പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടി വരും. ഇനി അത് എഴുതുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ആണ്. അതിലെ സെക്ഷൻസ് ഏതാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ് ഒരു ടൈറ്റിൽ പേജ് ഉണ്ടായിരിക്കും, അബ്സ്ട്രാക്ട് ഉണ്ടായിരിക്കും, ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, മെത്തഡോളജി, റിസൾട്ട്, ഡിസ്കഷൻ, ഫൈൻഡിങ്, റെഫറൻസ്, ബിബ്ലിയോഗ്രഫി ഒക്കെയാണ് അതിൻ്റെ കണ്ടന്റ്. ഇനി ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്താ ചെയ്യുന്നത്, ഇറ്റ് ഇൻവൈറ്റ്സ് ദ അറ്റൻഷൻ ഓഫ് ദി റീഡർ ടുവാർഡ്സ് ദി ടോപ്പിക്. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓൺ ദി ടോപ്പിക് മേ ബി ഗീവ് ഇൻ ദിസ് പാരഗ്രാഫ്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിലാണ് കൊടുക്കുക. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ അതർ സ്റ്റുഡൻസ് ആൻഡ് സ്കോളേഴ്സ് അപ്രോച്ച് യുവർ ടോപ്പിക്. അതായത് ബാക്കിയുള്ള ആളുകൾ നമ്മുടെ ടോപ്പിക്കിനെ എങ്ങനെയാണ് പഠിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് എന്ത് ചെയ്യുന്നത്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എഴുതുന്നത്. മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പിന്നെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി പഠിക്കുന്നത്, അതാണ് ഇവിടെ എഴുതേണ്ടത്. മെത്തഡോളജി ഈസ് ദി സിസ്റ്റമാറ്റിക് തിയററ്റിക്കൽ അനാലിസിസ് ഓഫ് ദി മെത്തേഡ്സ് അപ്ലൈഡ് to a field of study. Discussion or findings are the concluding part that summarizes the findings of the scholar. നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഇടമാണ് എന്ത്, ഡിസ്കഷൻ ഓർ ഫൈൻഡിങ്. ബിബ്ലിയോഗ്രഫി is the citation of those relevant books used to refer for the successful completion of the dissertation. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫറൻസ്. ഓക്കെ, in other words, it is a list of all the sources you have used in the process of researching your work. നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കാൻ ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസിൻ്റെയും ഒരു പിന്നെ ശേഖരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, ബിബ്ലിയോഗ്രഫിയിലുള്ളത്. ഇനി ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു തീസിസ് അല്ലെങ്കിൽ ഡെസർട്ടേഷൻ പ്രിപ്പറേഷനിൽ ഉള്ളത് എന്ന് നോക്കാം. അണ്ടർസ്റ്റാൻഡ് എക്സാക്ട്ലി വാട്ട് എ ഡെസർട്ടേഷൻ ഈസ്, അല്ലെങ്കിൽ ഡിസർട്ടേഷൻ എന്താണ്, തീസിസ് എന്താണെന്നുള്ളത്, എന്തിനെ കുറിച്ചാണെന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ളൊരു ധാരണ എത്തണം. ഫൈൻഡ് എ യുണീക്ക് വാല്യുബിൾ റിസർച്ച് ടോപ്പിക്. നിങ്ങൾ ബാക്കിയുള്ളവർ പഠിച്ചതോ അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും പഠിക്കുന്ന ടോപ്പിക് അല്ല വേണ്ടത്, ഒരു യുണീക്ക് ആയിട്ടുള്ള ടോപ്പിക് വേണം. റൈറ്റ് എ കൺവിൻസിങ് റിസർച്ച് പ്രപ്പോസൽ. റിസർച്ച് പ്രപ്പോസൽ എന്ത് ചെയ്യണം, അത് നിങ്ങളുടെ ഗൈഡിന് സബ്മിറ്റ് ചെയ്യണം. അത് കൺവിൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം, ഗൈഡിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ടോപ്പിക് റെലവൻ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, റിസർച്ച് പ്രപ്പോസൽ എഴുതുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ക്രാഫ്റ്റ് എ സ്ട്രോങ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ അല്ല ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. അണ്ടർടേക്ക് ആൻ ഇൻഡെപ്ത് ലിറ്ററേച്ചർ റിവ്യൂ. ക്യാരി ഔട്ട് യുവർ ഓൺ റിസർച്ച്. ഡിസൈൻ യുവർ റിസർച്ച് സ്ട്രാറ്റജി. എങ്ങനെയാണ് ഇത് പഠനം നടത്തേണ്ടത്. എക്സിക്യൂട്ട്, കളക്ട് ആൻഡ് അനലൈസ് യുവർ ഡാറ്റ. പ്രസന്റ് യുവർ ഫൈൻഡിങ്സ്. ദ ഫൈനൽ സ്റ്റെപ്സ്, ഡ്രോ എ കൺക്ലൂഷൻ ആൻഡ് ഡിസ്കസ് ദി ഇംപ്ലിക്കേഷൻസ്. ഓക്കെ, കൺക്ലൂഷനും ഇംപ്ലിക്കേഷൻസ് ഒക്കെ കണ്ടെത്തലുകളൊക്കെ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓരോന്ന് 1 by 1 പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലതോ, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇനി ഒരു ഗുഡ് തീസിസ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. എ ഗുഡ് തീസിസ് മസ്റ്റ് സോൾവ് ആൻ എക്സിസ്റ്റിംഗ് പ്രോബ്ലം ഇൻ ദ സൊസൈറ്റി, ഓർഗനൈസേഷൻ, ഗവൺമെന്റ് എമംഗ് അതേഴ്സ്. അതായത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ചാവുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഏറ്റവും സമൂഹവുമായി ബന്ധപ്പെടുത്തി പഠിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, എ ഗുഡ് തീസിസ് ഷുഡ് ബി കണ്ടസ്റ്റബിൾ. It should propose a point that is arguable, which people can agree with or disagree. ആളുകൾക്ക് അഗ്രി ചെയ്യാനും ഡിസഗ്രി ചെയ്യാനും പറ്റുന്ന ഒരു വിഷയമായിരിക്കണം. അതായത് എന്താണ്, ആളുകൾക്കത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവണം എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. അതായത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ. ഇറ്റ് ഈസ് സ്പെസിഫിക്, ക്ലിയർ ആൻഡ് ഫോക്കസ്ഡ്. ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം. എ ഗുഡ് തീസിസ് ഡസ് നോട്ട് യൂസ് ജനറൽ ടേംസ് ആൻഡ് അബ്സ്ട്രാക്ഷൻസ്. ഓക്കെ, പൊതുവായി പറയുന്നു അല്ലെങ്കിൽ ജനറലി ടോക്കിംഗ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും എന്ത് ചെയ്യില്ല, തീസിസിൽ വരില്ല. ഓക്കെ, അതായത് പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആകത്തുക അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊക്കെ ഉണ്ടല്ലോ, അപ്രോക്സിമേറ്റ്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. ദ ക്ലെയിംസ് ഓഫ് എ ഗുഡ് തീസിസ് ഷുഡ് ബി ഡിഫൈനബിൾ ആൻഡ് ആർഗ്യൂബിൾ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനും അത് പ്രൂവ് ചെയ്യാനും സാധിക്കണം. അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാൻ സാധിക്കണം. ഇറ്റ് ആന്റിസിപ്പേറ്റ്സ് ദ കൗണ്ടർ ആർഗ്യുമെന്റ്സ്. കൗണ്ടർ ആർഗ്യുമെന്റ്സിനെ വിശകലനം ചെയ്യാൻ പറ്റണം. ഇറ്റ് ഡാസ് നോട്ട് യൂസ് അൺക്ലിയർ ലാംഗ്വേജ്.
ഇറ്റ് അവേർഡ്സ് ദി ഫസ്റ്റ് പേഴ്സൺ ഇൻ മൈ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ അക്കോർഡിംഗ് ടു മീ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. എ സ്ട്രോങ് തീസിസ് ഷുഡ് ബി ഏബിൾ ടു ടേക്ക് എ സ്റ്റാൻഡ് ആൻഡ് നോട്ട് ജസ്റ്റ് ടേക്കിംഗ് എ സ്റ്റാൻഡ് ബട്ട് ഷുഡ് ബി ഏബിൾ ടു justify the stand that is taken so that the reader will be tempted to ask questions like how or why. അതായത് ഒരു സ്റ്റാൻഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അല്ലാതെ അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റാതെ അതിന് തെളിവില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്നും ഉണ്ടാവരുത്. അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രൂവ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് കൃത്യമായിട്ട് ഹൗ എങ്ങനെ അല്ലെങ്കിൽ വൈ എന്തുകൊണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് വായനക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ തീസിസ് ഷുഡ് ബി ആർഗ്യൂബിൾ, contestable. നേരത്തെ വെച്ചാൽ ഫോക്കസ്, സ്പെസിഫിക് ആൻഡ് ക്ലിയർ, മേക്ക് യുവർ തീസിസ് ക്ലിയർ, സ്ട്രോങ് ആൻഡ് ഈസി ടു ഫൈൻഡ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞാണ്. ദ കൺക്ലൂഷൻ ഓഫ് എ തീസിസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എവിഡൻസിന്റെ ബേസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ തീസിസ് ഒക്കെ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വളരെ എളുപ്പമാണ് കേട്ടോ, അങ്ങനെ കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും ഇല്ല, വളരെ എളുപ്പമാണ്. പിന്നെ വളരെ കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇതിന് തൊട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.